ഘടകകക്ഷികൾ പിന്തുണയ്ക്കുന്ന ആൾക്ക് MLA-മാരുടെ പിന്തുണ സ്വന്തം പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇങ്ങനെ അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഇതിലൊരു തീരുമാനം അനായാസനെ എടുക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്ന പശ്ചാത്തലം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ച കാര്യം വീണ്ടും ആവർത്തിക്കുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ വെല്ലുവിളികളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് MLA-മാരുടെ പൂർണ്ണ പിന്തുണയുള്ള നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കടന്നുവരാം, ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാം. പക്ഷേ അത് വലിയ 2 റിസ്കുകളിലേക്ക് നയിക്കും. കാരണം ഇന്ന് നടന്ന പ്രകടനങ്ങളിൽ പ്രവർത്തകരുടേതെന്ന പേരിൽ ഉണ്ടായിരിക്കുന്ന വലിയ തരത്തിലുള്ള ആക്രോശങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർ ആവർത്തിച്ച് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ തോൽപ്പിച്ച് കളയുമെന്ന്. അത് ആവർത്തിക്കുകയാണ്. ഇരിക്കൂറിലും അതോടൊപ്പം ആലപ്പുഴയിലുമൊക്കെ സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അങ്ങനെ KC വേണുഗോപാൽ സംസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയായി എത്തിയാൽ വരാനിരിക്കുന്നത് 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്. ആ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടാൽ അത് ആരുടെ ഉത്തരവാദിത്തമായി മാറും? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കമാൻഡ് അത് കൃത്യമായി പരിഗണിക്കും. കാരണം ലോക്സഭയിൽ കോൺഗ്രസിന് ഒരു MPയെ നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീക്കളിക്ക് ഹൈക്കമാൻഡ് നിൽക്കുമോ എന്നതാണ് അറിയേണ്ടത്. അതേസമയം KC വേണുഗോപാൽ പക്ഷം ഒരു കാരണവശാലും VD സതീശനെ പിന്തുണയ്ക്കില്ല എന്ന നിലപാട് അസംയുക്തമായി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ചെന്നിത്തലയെ മുതിർന്ന നേതാവെന്ന പരിഗണന നൽകിക്കൊണ്ട് ഹരിപ്പാട് നിന്ന് ജയിച്ച ഒരു MLA എന്ന പരിഗണന നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴിയൊരുങ്ങുമോ എന്നതിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത ഉണ്ടാകാനുള്ളത്. ഒന്നുകിൽ KC വേണുഗോപാൽ, അതല്ല എങ്കിൽ KC വേണുഗോപാലിന്റെ പിന്തുണയോടെ മറ്റൊരാൾ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കാൻ സാധ്യതയേറെ. അതേസമയം VD സതീശൻ ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞ ഒന്നും അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിൽ VD സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഘടകകക്ഷി നേതാക്കളുമൊക്കെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു മന്ത്രിസഭ, ചരിത്ര വിജയത്തിന് ശേഷം പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ പ്രതിപക്ഷത്ത് അന്ന് പാർട്ടിയെ നയിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ഒരു നിർണായക പദവിയിൽ സർക്കാരിന്റെ ഭാഗമല്ല എങ്കിൽ അതുണ്ടാക്കാനിടയുള്ള ഒരു അവമതിപ്പ്, പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കാനിടയുള്ള അവമതിപ്പ്, അതും ഹൈക്കമാൻഡിനെ മുഖവിലേക്ക് എടുക്കേണ്ടി വരും. VD സതീശന്റെ ആ സമ്മർദ്ദ നീക്കം ഫലം കാണുമോ? ഹൈക്കമാൻഡ് അതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നതാണ് ഇനി ഈ വിഷയത്തിൽ നിർണായകമായി മാറാൻ പോകുന്നത്.